കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തും പെയിൻ ആൻഡ് പാലിയേറ്റീവ് അസോസിയേഷൻ സംഘടിപ്പിച്ച പാലിയേറ്റീവ് കുടുംബ സംഗമം നവ്യാനുഭവമായി മാറി. സ്നേഹസ്പർശം എന്ന പേരിൽ എരഞ്ഞിമാവിലാണ് സംഗമം നടന്നത്. സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കവിത ഉദ്ഘാടനം ചെയ്തു. ഇതാണ് തങ്ങളുടെ ലോകമെന്ന് കരുതി വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ മാസങ്ങളായി കഴിഞ്ഞവരെ സുമനസ്സുകൾ ചേർന്ന് വീടകങ്ങളിൽ നിന്ന് സ്നേഹപ്പന്തലിലേക്ക് താങ്ങിയെടുത്തതോടെ അവരുടെ ദുഃഖങ്ങളും രോഗങ്ങളുമെല്ലാം കുറച്ചു നേരത്തേക്കെങ്കിലും മറവിയിലാണ്ടു പോവുകയായിരുന്നു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൊടിയത്തൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് അസോസിയേഷൻ്റെയും നേതൃത്വത്തിൽ എരഞ്ഞിമാവിൽ നടന്ന കിടപ്പുരോഗി കുടുംബസംഗമം സ്നേഹസ്പർശമാണ് ആഹ്ലാദ വേദിയായി മാറിയത്. കിടപ്പ് രോഗികൾക്ക് ആഹ്ലാദത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സുദിനമാണ് സംഗമം സമ്മാനിച്ചത്. എരഞ്ഞിമാവ് എപെക്സ് സ്കൂളിൽ പ്രത്യേകം സജ്ജീകരിച്ച സ്നേഹക്കൂട്ടിൽ പതിറ്റാണ്ടുകളായി കിടപ്പിൽ കഴിയുന്ന രോഗികളും പരിചാരകരുമായി 700ഓളം പേർ ഒത്തുകൂടി. പരിപാടിക്കുള്ള ഭക്ഷണമൊരുക്കൽ ഉൾപ്പെടെ തലേ ദിവസം മുതൽ തന്നെ വളണ്ടിയർമാർ പ്രവർത്തന നിരതരായിരുന്നു. ജനപ്രതിനിധികളും മുൻ ജനപ്രതിനിധികളും വളണ്ടിയർമാരും ഉൾപ്പെടെ ആടിപ്പാടിയപ്പോൾ അത് വേറിട്ട അനുഭവമായി മാറി. ഹക്കീം പുൽപ്പറ്റ, തേജാമോൾ, നിത ഷെറീൻ തുടങ്ങിയവരുടെ ഗാനങ്ങളും സംഗമത്തിന് ആവേശം പകർന്നു. നാട്ടുകാരും പാലിയേറ്റീവ് പ്രവർത്തകരും ഏകമനസ്സോടെ വളണ്ടിയർമാരായ സംഗമത്തിൽ രോഗികളെ കൊണ്ടുവരൽ, ഭക്ഷണം, കലാപരിപാടികൾ, തിരിച്ചുപോകുമ്പോൾ സമ്മാനപ്പൊതി തുടങ്ങിയ രോഗികൾക്കാവശ്യമായതെല്ലാം നാട്ടുകാരുടെയും വളണ്ടിയർമാരുടെയും പങ്കാളിത്തത്തോടെയായിരുന്നു. സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കവിത ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവ് ചെയർമാൻ എം അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഫസീല, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ബൽക്കീസ് ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജാ ടോം, വാർഡ് മെമ്പർ സി ഹരീഷ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഒ എ അൻസു, മജീദ് ഗോപ്പാറ, എ എം ബഷീർ, പി എം അബ്ദുൽ നാസർ തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമറമാൻ ആദർശ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.